ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മുട്ടയും പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിത് ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നന്നായി പഴുത്തിട്ടുള്ള മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നേന്ത്രപ്പഴത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം റോബസ്റ്റ പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് നമുക്ക് 2-3 സെക്കൻഡ് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നമ്മളെ ബാറ്റർ ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു കേക്കിൻ്റെ ടെക്സ്ചറുള്ള സ്നാക്കാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് മൈദ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ പകരം ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ചും കൂടി ഹെൽത്തി വേ ആയിരിക്കും. അങ്ങനെ മൈദ കൂടി ചേർത്ത് നമുക്ക് സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മൈദ നമ്മൾ ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കരുത്, നമ്മൾ ഇട കലർത്തിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓൾട്ടർനേറ്റ് ആയിട്ട് മൈദയും പാലും മിക്സ് ചെയ്ത് നമുക്ക് ചേർത്തിട്ട് നമ്മൾ നോർമൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ബാറ്ററാക്കി നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. പാലില്ലെങ്കിൽ അതിന് പകരം ഒരു മീഡിയം ചൂടിലുള്ള വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാനതിടയ്ക്ക് പാലും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മളെ കേക്ക് ബാറ്റർ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു തിക്നെസ് മതി. ഓവർ ലൂസ് ആവുകയും വേണ്ട, ഓവർ ടൈറ്റ് ആവുകയൊന്നും വേണ്ട. ഇനി ഞാനിതാ ഇതിലേക്ക് ലാസ്റ്റ് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ബേക്ക് ചെയ്യുന്നത് ഒരു ഫ്രൈങ് പാനിലാണ്. അത് ഞാൻ നന്നായിട്ടൊന്ന് നെയ്യ് വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എല്ലാ രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കട്ടോ. പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വരാനാണ്. നല്ല രീതിയിലൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അടിയിലൊരു ലിഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുത്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് ഒട്ടിപ്പിടിക്കാതെ ഉള്ളൊക്കെ പെർഫെക്റ്റായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ തന്നെ സേവ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഭംഗിക്കായിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് മറുവശം കൂടി ഒന്ന് 2-3 സെക്കൻഡ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതും വീട്ടിലുള്ളവ വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ആക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.